Good evening, dear ones. Let's move on to the next chapter from the textbook Equip English for Undergraduates. Page number 159, page number 159. So you can see the chapter Reading Charts, Tables, Schedules and Graphs. Often, the best way to convey information is not through descriptions but through visual representations. പലപ്പോഴുമല്ലേ എന്താണ് ഏറ്റവും നല്ല കാര്യം, അതായത് നമ്മളൊരു എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഇൻഫർമേഷൻ വാക്കുകളിലൂടെ കൊടുക്കുന്നതിലും നല്ലത് അതല്ലേ വല്ല വിഷ്വൽ റെപ്രസെന്റേഷൻ അല്ലെ, അത് ഏതെങ്കിലും രീതിയിൽ വിഷ്വൽ ഡിസ്പ്ലേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. When it comes to statistical data, tools like graphs, tables, and charts are ways of communicating information quickly and effectively. So, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെ, അങ്ങനെയുള്ള ഡാറ്റകളുടെ മാറ്റർ എടുത്തു നോക്കുമ്പോൾ ഗ്രാഫ്സ്, ടേബിൾസ്, ചാർട്ട്സ് അല്ലെ, ഇതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളെ ഇൻഫർമേഷൻ അല്ലെ ഒരാൾക്ക് കൊടുക്കാൻ ഏറ്റവും സൗകര്യപ്രദം എന്നുള്ളതാണ്. You might have noticed these tools being used extensively in newspapers, magazines, on television and on the internet. So അല്ലെ നമുക്ക് ഇന്റർനെറ്റിലും ടെലിവിഷനിലും ഒക്കെ നോക്കിയാൽ നമുക്ക് അല്ലെ പലപ്പോഴും ഒരു ചാർട്ട് അല്ലെ പല ഇതിലും എന്തുണ്ടാവും, ചാർട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും ടേബിൾസ് ആയിട്ടല്ലേ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ എന്താണ് ഈസി ആയിട്ട് അല്ലെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. So first topic is reading charts. The process of changing raw data into visual forms is called data visualization. So വെറും അല്ലെ raw data, written ഫോമിലുള്ള ഡാറ്റ അല്ലെ, bare ആയിട്ടുള്ള ഡാറ്റ അല്ലെ, അതിന് നമ്മൾ എന്ത് ചെയ്യാം, വിഷ്വലി അല്ലെ പ്രസന്റ് ചെയ്യുന്നതാണ് എന്ത്, അതിനാണ് പറയുക ഡാറ്റ വിഷ്വലൈസേഷൻ. അതായത് പിക്ചർ രൂപത്തിലോ ചാർട്ട് രൂപത്തിലോ പ്രസന്റ് ചെയ്യാം. And data visualization simplifies complex data into forms that are easily understandable and usable. So data visualization അല്ല എന്ത് ചെയ്യും, കാര്യങ്ങളെ വളരെ ലളിതമാക്കി അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഇവരെ മനസ്സിലാക്കാനും എന്തായിരിക്കും, എളുപ്പമായിരിക്കും, അല്ലെ നമുക്കത് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. A chart is one of the various ways in which data is represented through a graphic or a visual. So ഒരു ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ അല്ലെ പല വിധത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളുടെ അല്ലെ ഒരു ടൈപ്പ് പ്രസന്റേഷൻ ആണ്, representing through graphics or a visual. So there are several kinds of charts such as bar charts, pie charts, flow charts, column charts, line charts, etc. ചാർട്ട് തന്നെ അല്ലെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബാർ ചാർട്ട് അല്ലെ, പൈ ചാർട്ട്, കോളം ചാർട്ട്സ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ്. Charts are used to read, understand and interpret information present in a visual form. So charts എന്ന് പറയുന്നല്ലേ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നമ്മളല്ലേ കാര്യങ്ങളെ ഇൻഫർമേഷൻ അല്ലെ പീസസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, എളുപ്പത്തിൽ ഓർമ്മിക്കാനായിട്ട് അല്ലെ വളരെ കൂളായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാണ് എന്ത് ചാർട്ട്സ് എന്ന് പറയുന്നത്. We will use the graphic below to answer a few relevant questions. താഴെ കാണുന്ന അല്ലെ ആ ഒരു ഗ്രാഫിക് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ക്വസ്റ്റ്യൻസിനെ ആൻസർ പറയാൻ. എന്താണ് ആ ഗ്രാഫിക് അല്ലെ, ആ ഒരു സർക്കിളിലുള്ള കാര്യങ്ങളല്ലേ ആ ഒരു ചാർട്ട് ഉദ്ദേശിക്കുന്നത്. The top 5 countries with the largest share of the global extreme poor 2010%. So അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലോബൽ എക്സ്ട്രീം പുവർ 2010 വർഷത്തിലുള്ള ആ ഒരു പെർസെന്റേജ് ഏതൊക്കെയാണ്. So ഗ്ലോബൽ എക്സ്ട്രീം പുവർ ആയിട്ടുള്ള അല്ലെ പ്ലേസസ്. ഒന്നാമത്തത് ഫസ്റ്റ് വൺ ഏതാണ്, ആ ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുള്ള അല്ലെ അതെന്താണ്, ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇറ്റ് ഈസ് 32.9%.
then China അല്ലെ ആ ഒരു ഡാർക്കസ്റ്റ് കളറിൽ കൊടുത്തില്ല 12.8%. പിന്നെ അല്ലെ ആ വൈറ്റിൽ കൊടുത്തിട്ടുള്ളതോ മറ്റ് കൺട്രികൾ അല്ലെ ചേർന്നിട്ടുള്ളതാണ്. സോ ഈ ഒരു ചാർട്ട് അല്ലെ എടുത്തിട്ടുള്ളത് എവിടുന്നാണ്? സോ ദ യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഫോർ 2014. സോ ഇങ്ങനെയാണ് അല്ലെ എന്ത് ചെയ്യുക, ചാർട്ട് അല്ലെ ഈസി ആയിട്ട് ഓർമ്മിക്കാനായിട്ട്, കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അല്ലെ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പേജിൽ നോക്കാം. The above chart is taken from the annual report of the United Nations Millennium Development Goals published in 2014. As the title of the graphic explains, it represents the percentage of extremely poor people living in the 5 most poverty-stricken countries in the world. So, അത് extremely poor ആയിട്ടുള്ള അല്ലെ ആളുകൾ ജീവിക്കുന്ന ആ കൺട്രീസിന്റെ അല്ലെ പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. This graphic uses a pie chart to visually represent the data. So ഇങ്ങനെയല്ലേ പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിലായിട്ടല്ലേ കൊടുക്കുന്ന ഡാറ്റ. A pie chart is useful because it can visually represent the proportion of each type of data when compared to the whole. സോ ഓരോന്നുമല്ലേ എന്താ വളരെ കൃത്യമായിട്ടല്ലേ എത്ര ഭാഗം വരും അല്ലെ ആ ഒരു പെർസെന്റേജ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പൈ ചാർട്ട് ഉപയോഗിച്ച് കാണിക്കാം എന്നുള്ളതാണ്. സോ ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് അല്ലെ വളരെ സൗകര്യപ്രദമായിരിക്കും ഏത് പൈ ചാർട്ട്. It is called a pie chart because it resembles a pie that has been cut into pieces. സോ അല്ലെ നമ്മൾ എന്താണ് ഒരു പൈ അല്ലെ അത് കട്ട് ഇൻ ടു പീസസ് പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ടാണല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ പൈ ചാർട്ട് എന്ന് വിളിക്കുന്നത്. സോ അല്ലെ ഡിഫറെന്റ് പെർസെന്റേജ് അല്ലെ കൂടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കിൾ പോലെയാണ് അല്ലെ. The graphic above uses a particular type of pie chart called a donut chart, where the central portion of the graphic has been left blank. സോ ഇങ്ങനെയുള്ള അല്ലെ സെന്റർ പോർഷൻ ബ്ലാങ്ക് ആക്കിയിട്ട് അല്ലെ ബാക്കി ഫിൽ ചെയ്തിട്ട് കാണിക്കുന്ന ചാർട്ടിന് എന്ത് പറയും? ഡൗണറ്റ് ചാർട്ട് എന്ന് പറയും. On each slice of the chart, the numerical percentage it represents has been printed. സോ ഓരോ സ്ലൈസിലും അല്ലെ ആ ഒരു ന്യൂമറിക്കൽ പെർസെന്റേജ് കാണിച്ചിട്ടുണ്ട് അല്ലെ എത്ര പെർസെന്റേജ് എന്നുള്ളത്. For instance, the slice in the light blue color represents India, which is 32.59% of the whole. Below the chart, a key or legend is given, which links each color in the chart to a particular country. So, ഏത് കൺട്രിയാണ് കാണിക്കുന്നത് എന്നുള്ളത് താഴെ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. On reading this graphic, you will notice that almost 1/3 of the poorest people in the world live in India. So, 1/3 of the poorest people അല്ലെ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്ന് നമുക്ക് മനസ്സിലാവും. China, despite its economic progress, is home to the second largest population of poor people. So, China അല്ലെ വളരെ ഇക്കണോമിക്കലി പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള കൺട്രി ആണെങ്കിലും അല്ലെ അത് സെക്കൻഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. The 3 Asian countries represented on the graphic, that is India, China and Bangladesh, together account for more than half, that is 51% of the world's poor people. So, Asian countries are poor people ഒരുപാടുള്ള countries. Another fact illustrated by a graphic is that although populous countries like India and China have large populations of poor people, it is often the less populous countries like Nigeria and the Congo which account for a disproportionately large percentage of the global poor. അതായത് ഇന്ത്യയെ പോലെയുള്ള അല്ലെ പോപ്പുലസ് കൺട്രീസ് ഈ ഒരു അല്ലെ ഗ്ലോബൽ പോവർട്ടിയിൽ വരുന്നുണ്ടെങ്കിലും അല്ലെ അതിലും കൂടുതലായിട്ട് വരുന്നത് ആളുകളല്ലേ കുറഞ്ഞ രാജ്യങ്ങളാണ്. അതായത് നൈജീരിയ അല്ലെ കോങ്കോ പോലെയുള്ള വളരെ ആളുകളല്ലേ കുറഞ്ഞ പ്ലേസസ് ആണ് എന്ത് ഈ ഒരു ഗ്ലോബൽ പോവർട്ടി അല്ലെ ആ ഒരു റേറ്റില് അധികവും കാണുന്നത്. പോപ്പുലസ് കൺട്രിയെക്കാളും
അല്ലെ പോപ്പുലസ് അല്ലാത്ത ഐ മീൻ ആളുകൾ കുറവുള്ള അല്ലെ ജനസാന്ദ്രത അല്ലെ കുറവുള്ള രാജ്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ട് നോക്കാം. The graphic in the next page uses the same Donut format as the previous one to visually represent the populations of the various states in India. So എന്താ പറഞ്ഞിട്ടുള്ളത്, അടുത്ത പേജിലുള്ള അല്ലെ ആ ഒരു Donut format അല്ലെ as the previous one to visually represent the populations of various states in India. And ഇന്ത്യയുടെ കേസ് അല്ലെ വേറെ തന്നെ ഇവര് ഫുൾ ആയിട്ട് ഒരു പൈ ചാർട്ടിൽ ഉൾപ്പെടുത്തി അല്ലെ സ്റ്റേറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് വൈസ് അല്ലെ പോവർട്ടി എന്താണ് എന്നുള്ളത് നോക്കാം. പോപ്പുലേഷന്റെ കാര്യമാണ് കൊടുത്തത്, പോവർട്ടി അല്ല. സോ യൂസ് ഇറ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് വില. സോ നോക്കാം, ഇന്ത്യയിലെ പോപ്പുലേഷന്റെ കണക്കാണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഏതാണെന്ന് നോക്കുക. അല്ലെ ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ള? അല്ലെ ഈസിയാണ് നമുക്ക് കണ്ടെത്താൻ അല്ലെ. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ഉത്തർപ്രദേശ്. സോ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് റീഡിംഗ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്. Tables are one of the most commonly used means to visually organize information. സോ ചാർട്ട് അല്ലെ പോലെ തന്നെ ടേബിൾസ് എന്താണ് ഈസി ആയിട്ടല്ല നമുക്ക് കാര്യങ്ങളെ നോക്കി ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സൗകര്യപ്രദമായ അല്ലെ ഒരു കാര്യമാണ് the using tables in statistics. A table consists of a number of horizontal rows and vertical columns in which the information to be read in is provided. സോ എന്ത് ചെയ്യും, ടേബിൾസ് എന്ന് പറയുമ്പോൾ അല്ലെ റോസ് ആൻഡ് കോളംസ് ആയിട്ടുള്ള അല്ലെ ആ ഒരു അറേഞ്ച്മെന്റിലാണ് എന്ത് ഉണ്ടാവുക അല്ലെ. നെക്സ്റ്റ് പേജിൽ നോക്കാം. The above table is a very simple one with 2 columns and 3 rows. സോ അല്ലെ മേലെയുള്ള ടേബിൾ നമ്മുടെ ആ നെക്സ്റ്റ് പേജിലുള്ള പേജ് നമ്പർ 161 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. The first row, which is called the header row, is not counted as it is only used to display the column names. So first row അല്ലെ പറയുന്നത് ഓരോ കോളത്തിലും എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. ഫസ്റ്റ് കോളത്തില് നെയിം ആണ് അല്ലെ ഫസ്റ്റ് ആ ഒരു ഇതില് നെക്സ്റ്റോ അല്ല അങ്ങനെ പോവാണ്. For displaying more complex data, more columns and rows can be easily added as shown below. അല്ലെ കുറെ കോംപ്ലക്സ് ഉള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് അല്ലെ കൂടുതൽ റോസും കോളംസും ആഡ് ചെയ്ത് അല്ലെ അത് നമ്മുടെ എന്ത് ചെയ്യാം ടേബിള് വലുതാക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് let's examine the table given below. ഇനി താഴെ കൊടുത്ത ടേബിൾ നമുക്ക് എക്സാമിൻ ചെയ്യാം. It provides information about the human development index for various parts of the world during the period between 2010 and 2013. സോ എന്താ പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെ ഫോർ വേരിയസ് പാർട്സ് ഓഫ് ദി വേൾഡ് ആണ് 2010-13 വർഷത്തിലുള്ളത്. So we can interpret it to find out the answers to the questions provided afterwards. അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് അവിടെ നോക്കി മനസ്സിലാക്കുക. അവിടെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 163 നോക്കുക അല്ലെ. അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? വിച്ച് പാർട്ട് ഓഫ് ദ വേൾഡ് ഹാസ് ദ ഹൈസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്? സോ ആ കാര്യം പറയാണ്. ലാറ്റിൻ അമേരിക്ക ആൻഡ് ദ കാരിബിയൻ റീജൻസ് അല്ലെ. സോ അങ്ങനെ ഓരോന്നിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടാസ്ക് നമ്പർ 2 നോക്കാം. The table in the next page provides information about the performance of the tourism sector in India from 2000 to 2013. Study the table carefully and answer the questions below. നെക്സ്റ്റ് പേജ് കൊടുത്തിട്ടുള്ള അല്ലെ ആ ഒരു ഇൻഫർമേഷൻ എന്താണ് ടേബിള് അതിലെന്താ പറയുന്നത് ദ പെർഫോമൻസ് ഓഫ് ദ ടൂറിസം സെക്ടർ ഇൻ ഇന്ത്യ അല്ലെ ഇന്ത്യൻ ടൂറിസത്തിന്റെ ആ ഒരു പെർഫോമൻസ് അല്ലെ എത്രമാത്രം ഉണ്ട്
2000 മുതൽ 2013 വർഷത്തോളം അല്ലെ ഇന്ത്യൻ ടൂറിസം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ടേബിൾ അല്ലെ സ്റ്റഡി ചെയ്തിട്ട് ആൻസർ പറയാം. ഹൗ മെനി ഫോറിൻ ടൂറിസ്റ്റ് അറൈവ്ഡ് ഇൻ 2010? സോ ആ ഒരു ടേബിൾ അല്ലെ നോക്കി നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് ആൻസർ അവിടെ എഴുതി വെക്കുക. ഇതൊന്നും എക്സാമിന് വരില്ല, ഇതൊക്കെ നിങ്ങൾക്ക് എക്സസൈസ് മാത്രമാണ്. Now we will move on to next part, that is reading schedules. എന്താ പറയുന്നത് നോക്കാം. A program or schedule is a document which lists the details of functions like seminars, workshops and conferences. സോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു കാര്യം ടൈം ഷെഡ്യൂൾ ചെയ്ത് വച്ചിരിക്കുന്നതാണ് എന്ത് ഷെഡ്യൂൾ അല്ലെ. എപ്പോഴാണ് പരിപാടി അല്ലെ, ഏത് സമയത്ത് എന്തൊക്കെയാണ് അല്ലെ, ആരൊക്കെയാണ് ആൾക്കാർ അല്ലെ, ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു അജണ്ട അല്ലെ, അത് തന്നെയാണ് എന്ത് ഷെഡ്യൂൾ. The audience and participants of each functions are usually given copies of the schedule. സോ ഓഡിയൻസിനും അല്ലെ പാർട്ടിസിപ്പൻസിനും അല്ലെ നമ്മൾ നോട്ടീസിൽ തന്നെ എന്തുണ്ടാവും, ആ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇത്ര മുതൽ ഇത്ര വരെ ഇന്നാളുടെ പ്രസംഗം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. This ensures that everyone knows about the order of events and the time allotted for each speaker. സോ അല്ല, അത് നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും അല്ലെ. ഓരോരുത്തർക്കും എത്ര ടൈം അലോട്ട് ചെയ്തിരിക്കുന്നു അല്ലെ, ഓരോ പ്രോഗ്രാമും ഏത് സമയത്ത് ബിഗിൻ ചെയ്യുമെന്നൊക്കെ ഉള്ളത് അല്ലെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. Given below is an example of a conference schedule. താഴെ കൊടുത്തിരിക്കുന്ന ഒരു കോൺഫറൻസിന്റെ അല്ലെ ഷെഡ്യൂൾ ആണ്. അങ്ങനെ UGC സ്പോൺസേർഡ് നാഷണൽ സെമിനാർ. സോ UGC യൂണിയൻ ഗ്രാൻഡ് കമ്മീഷൻ അല്ലെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആ ഒരു പ്രോഗ്രാം അല്ലെ, സ്പോൺസേർഡ് നാഷണൽ സെമിനാറിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ഷെഡ്യൂൾ അല്ലെ കൊടുത്തിട്ടുണ്ട്. ഇനി പേജ് നമ്പർ 165 എടുക്കുക, അവിടെ നോക്കുക. The above schedule supplies quite a lot of information about the event to the participants. സോ അല്ലെ മേലെയുള്ള ടേബിൾ ഒരുപാട് അല്ലെ കാര്യങ്ങൾ ഇൻഫർമേഷൻ അല്ലെ നമുക്ക് തരികയാണ് ആ ഒരു പാർട്ടിസിപ്പൻസിനെയൊക്കെ പറ്റി അല്ലെ, ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതിനെയൊക്കെ പറ്റി നമുക്കല്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. For instance, the schedule can provide answers to questions such as അല്ലെ, ഷെഡ്യൂളിന് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും പല ചോദ്യങ്ങൾക്കും. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെ? Where is the seminar being conducted? There is the venue of the seminar is the Department of English, Sacred Heart College. സോ അതിനുള്ള ആൻസർ ഒക്കെ അവിടെ ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് ടാസ്ക് 3 കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഷെഡ്യൂൾ ഗിവൻ എബോവ്. അങ്ങനെ മേലെ കൊടുത്ത ഷെഡ്യൂളിൻ പ്രകാരം അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറയാം. നെക്സ്റ്റ് ആയിട്ട് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇത്, റീഡിംഗ് ഗ്രാഫ്സ്. A graph is a diagrammatic representation of the relation between two sets of information or variable quantities. So graph എന്ന് പറയുന്നത് എന്താണ്? Representation of the relation between two sets of information or variable quantities. So രണ്ട് അല്ലെ സെറ്റ് ഓഫ് ഇൻഫർമേഷന്റെ ആ ഒരു വേരിയേഷൻ അല്ലെ എങ്ങനെ പോകുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇത് ഗ്രാഫ്. സോ ഒരു അല്ലെ പ്രോഗ്രസ് അല്ലെങ്കിൽ അതിന്റെ ഡിക്ലൈൻ അല്ലെ അത് കാണിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യുക. ഗ്രാഫ്സ് ആർ യൂഷ്വലി പ്ലോട്ടഡ് അലോങ് 2 axes, the horizontal x-axis and the vertical y-axis. സോ അല്ലെ ഗ്രാഫ്സ് നമ്മൾ യൂഷ്വലി XY axis അല്ലെ എല്ലാണ് വരക്കാറുള്ളത്. Graphs are very effective in showing how trends change over time. സോ അല്ലെ ട്രെൻഡ് എങ്ങനെ എന്തിനെങ്കിലും ഒരു ട്രെൻഡ് അല്ലെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അല്ലെ കാലത്തിനനുസരിച്ച് എന്നുള്ളത് അല്ല അതിന്റെ വ്യത്യാസം നമുക്ക് കാട്ടിത്തരുന്നു. They can also be used to compare how 2 or more trends have developed over time and whether there is any correlation between them. സോ അല്ലെ അതിന് എന്ത് കാണിച്ചു തരാനും പറ്റും അല്ലെ, രണ്ടിനോ അതിലധികമോ ട്രെൻഡ്സ് അല്ലെ എങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അല്ലെ. സോ അത് തമ്മിലുള്ള അല്ലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അല്ലെ കാണിച്ചു തരാൻ നമുക്ക് ഗ്രാഫിന്റെ സഹായം അല്ലെ ഉപയോഗിക്കാം. In the graph below, the time period from 1956 to 2013 is plotted along the x-axis and a power generated in gigawatts is plotted along the y-axis.
സോ ഇനി താഴെ കൊടുത്തിരിക്കുന്ന അല്ലെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ നേരെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ അത് പഠിക്കുക അവിടെ അല്ലെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തിട്ടുണ്ട് അതെന്താണ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് ഇന്റർപ്രറ്റ് ദ അബൌവ് ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സോ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ അവിടെ തന്നെ ഉണ്ട് നെക്സ്റ്റ് ആയിട്ട് ഒരു അല്ലെ ഗ്രാഫ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 167 ടാസ്ക് പറയുന്നത് ടാസ്ക് നമ്പർ 4 The graph below shows the consumption of harmful chemicals since the late 1980s to 2012. So, 1980s മുതൽ 2012 വരെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിന്റെ അല്ലെ ഉപയോഗം അത് എത്രത്തോളമാണ് എന്നുള്ളത് അല്ലെ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് സോ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദി ഗ്രാഫ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സോ ആ ഒരു ഗ്രാഫ് നിങ്ങൾ വായിക്കുക കൃത്യമായിട്ട് അല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ആ താഴെ കൊടുത്തിരിക്കുന്ന അല്ലെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം That's all the chapter is about. പ്രത്യേകിച്ച് ഒന്നുമില്ല എക്സാമിന് അല്ല ഒരു ഇതൊന്നും ചോദിക്കില്ല സോ യു ഡോണ്ട് നീഡ് ടു ബോദർ ദാറ്റ് മച്ച് അബൌട്ട് ദിസ് ചാപ്റ്റർ In the next class we will meet again with a new chapter.